ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു ചെറിയ കഥയോടെ വലിയൊരു തിരിച്ചറിവിൻ്റെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചെറിയ പരീക്ഷണം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആരോടെങ്കിലും പകയോ ദേഷ്യമോ തോന്നുന്നുണ്ടെങ്കിൽ ഓരോ ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൽ അവരുടെ പേരെഴുതി ഒരു സഞ്ചിയിൽ ഇടുക. ആ സഞ്ചി നിങ്ങൾ പോകുന്നിടത്ത് എല്ലാം കൂടെ കൊണ്ട് നടക്കണം. ശിഷ്യന്മാർ അത് അനുസരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സഞ്ചിയുടെ ഭാരം കൂടി. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ സഞ്ചിയിലെ ഉരുളക്കിഴങ്ങുകൾ ചീഞ്ഞ് നാറാൻ തുടങ്ങി. ദുർഗന്ധം കാരണം അവർക്കത് ചുമന്നു നടക്കാൻ പറ്റാതെയായി. ഒടുവിൽ അവർ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഇതിന് വലിയ ഭാരമാണ്. ഇതിൻ്റെ ദുർഗന്ധം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുതന്നെയാണ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പകയും വിദ്വേഷവും ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് ഭാരമാകുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിനെ ചീയിച്ച് കളയും. നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ സഹജമായും തോന്നുന്ന ഒരു വികാരമാണ് ദേഷ്യം. പകരം വീട്ടണമെന്ന ചിന്ത. അവനെ ഞാൻ വെറുതെ വിടില്ല, അവൻ അനുഭവിച്ചേ തീരൂ. ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ കനലായി എരിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ പക നമ്മുടെ ആത്മീയ ജീവിതത്തെയും ശാരീരിക ജീവിതത്തെയും തകർത്തു കളയും എന്നാണ്. സഹോദരങ്ങളെ, നിങ്ങളെ ചതിച്ച വ്യക്തി സുഖമായി ഉറങ്ങുന്നുണ്ടാകും. പക്ഷേ നിങ്ങളത് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെ കളയുന്നു. അവരോടുള്ള പക നിങ്ങളുടെ സമാധാനത്തെ കളയുന്നു, നിങ്ങളുടെ ഉറക്കത്തെ കളയുന്നു. ആത്മീയമായി ചിന്തിച്ചാൽ നിങ്ങളുടെ പക നിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നു. മത്തായി 6:15 യേശു വളരെ വ്യക്തമായി പറയുന്ന ഒരു വചനമുണ്ട്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാതിരുന്നാൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴയും ക്ഷമിക്കില്ല. നമ്മൾ മറ്റൊരാളോട് പക വെച്ചുകൊണ്ട് ക്ഷമയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗത്തിൽ കേൾക്കപ്പെടാതെ പോവുകയാണ്. പക നിങ്ങളുടെ ഹൃദയത്തെ ഒരു ഇരുണ്ട ഗുഹയാക്കി മാറ്റുകയാണ്. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. വേദപുസ്തകത്തിൽ സ്വന്തം പകയും ദേഷ്യവും വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ശൗൽ രാജാവ്. അദ്ദേഹത്തിന് ദേഷ്യവും പകയും വൈരാഗ്യവും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നഷ്ടമായിപ്പോയി. ദാവീദിനോടുള്ള പകയും അസൂയയും ശൗലിൻ്റെ ജീവിതത്തെ എത്രത്തോളം നശിപ്പിച്ചു എന്ന് നോക്കാം. ദാവീദ് ഗോലിയാത്തിനെ കൊന്നതിനു ശേഷം ജനങ്ങൾ പറഞ്ഞു, ശൗൽ 1000 കൊന്നു, എന്നാൽ ദാവീദോ 10,000 കൊന്നു. ഈ ഒരു വാചകം ശൗലിൻ്റെ ഉള്ളിൽ വലിയൊരു ദേഷ്യത്തെയും പകയെയും അസൂയയെയും വർദ്ധിപ്പിച്ചു. പിന്നീട് ശൗൽ രാജാവിൻ്റെ ഏക ലക്ഷ്യം ദാവീദിനെ കൊല്ലുക എന്നതായിരുന്നു. രാജ്യം ഭരിക്കാനോ ദൈവത്തെ ആരാധിക്കാനോ ശൗലിന് കഴിഞ്ഞില്ല. അവൻ തൻ്റെ സൈന്യങ്ങളുമായി കാടുകളിലും മലകളിലും ദാവീദിനെ തിരഞ്ഞു നടന്നു. പക ശൗലിനെ ഒരു ഭ്രാന്തനാക്കി മാറ്റി. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിനെ വിട്ടുപോയി. യുദ്ധകളത്തിൽ അപമാനിതനായി മരിച്ചുപോയി. എന്നാൽ ദാവീദിൻ്റെ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശൗലിനെ കൊല്ലാൻ 2 പ്രാവശ്യം ദാവീദിന് അവസരം ലഭിച്ചു. ഗുഹയ്ക്ക് ഉള്ളിൽ വെച്ചും ഉറങ്ങിക്കിടക്കുമ്പോഴും അങ്ങനെ 2 പ്രാവശ്യം ദാവീദിന് ശൗലിനെ വധിക്കാൻ അവസരം ലഭിച്ചിരുന്നു. ശൗലിനെ കൊല്ലാൻ ദാവീദിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞപ്പോഴും ദാവീദ് പറഞ്ഞത്, കർത്താവ് അഭിഷേകം ചെയ്തവൻ്റെ മേൽ കൈവയ്ക്കാൻ എനിക്ക് കഴിയുകയില്ല. ദാവീദ് പക വീട്ടാൻ പോയില്ല. ദാവീദ് അവൻ്റെ ഭാരത്തെ ദൈവത്തിന് വിട്ടുകൊടുത്തു. അതുകൊണ്ടുള്ള ഫലം എന്തായിരുന്നു? ദൈവം ദാവീദിനെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രാജാവായി ഉയർത്തി. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും തന്ന മുറിവുകൾ ഉണ്ടോ? വിശ്വസിച്ച സുഹൃത്ത് ചതിച്ചതോ? ബിസിനസ്സിൽ പങ്കാളി ചതിച്ചതോ? ബന്ധുക്കൾ ചതിച്ചതോ? ഉറ്റ മിത്രങ്ങൾ ചതിച്ചതോ? അവഗണനകളും സങ്കടങ്ങളും വേദനകളും ഓരോ ദേഷ്യത്തിൻ്റെയും അസൂയയുടെയും ഭാഗങ്ങളായി മാറിയിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് അവരോട് ദേഷ്യത്തിലും
വൈരാഗ്യത്തിലും ആയിരിക്കുകയാണോ? ഉള്ളിൽ പകരം വീട്ടാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സാത്താൻ്റെ കെണിയിലാണ് നിങ്ങൾ വീണു പോകുന്നത്. സാത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ക്രോധത്തിൽ ജീവിക്കാനാണ്. എന്നാൽ ഇന്ന് ആ ഭാരം ഇറക്കി വയ്ക്കാൻ സമയം ആയിരിക്കുകയാണ്. പക ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആത്മീയമായി വളരാൻ കഴിയില്ല. അതുകൊണ്ട് പകയുടെ ഭാരം ചുമന്ന് ഇനി നമ്മൾ നടക്കേണ്ടതില്ല. ഞാൻ അവനോട് ക്ഷമിക്കുന്നു. അത് അവനോടുള്ള ദയ കൊണ്ടല്ല, എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം നൽകുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രഖ്യാപിക്കുക. ആ ചീഞ്ഞ ഉരുളക്കിഴങ്ങിൻ്റെ സഞ്ചി ഇന്ന് നമുക്ക് ഉപേക്ഷിക്കാം. നമ്മളുടെ ജീവിതത്തിൽ ആരെങ്കിലും അന്യായം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കോടതിയെ സമീപിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല എന്ന ബോധ്യം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. ഒരു ജഡ്ജി ഇരുഭാഗവും കേട്ട് തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിനുള്ള വിധി പ്രഖ്യാപിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ കോടതി ഇങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ കോടതി എത്രയോ വലുതാണ്. റോമർ 12:19 നാം വായിക്കുന്നു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പ്രതികാരം ചെയ്യാനുള്ള അവകാശം നമ്മുടെ കയ്യിൽ ദൈവം തരാത്തത്? നാം എപ്പോഴും നമ്മുടെ ഭാഗം മാത്രമാണ് ശരിയെന്ന് ധരിക്കുന്നത്. എന്നാൽ നാം നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ അത് അവരോടുള്ള ദയ കൊണ്ടല്ല, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരത്തെ നൽകുകയാണ്. ദൈവം രണ്ട് ഭാഗത്തെയും അതിൻ്റെ തെളിവുകൾ പരിശോധിക്കുമ്പോൾ കൃത്യമായ ഒരു ന്യായവിധി ദൈവത്തിന് ഉണ്ടാകും. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കും. എന്നാൽ നമ്മുടെ ഭാഗത്ത് തെറ്റ് ഇല്ല എങ്കിൽ ദൈവം പരിശോധിക്കുമ്പോൾ നാം ആ വ്യക്തിയോട് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ ദൈവം അതിനെ വളരെ വേഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചെയ്യും. സഹോദരങ്ങളെ, നമ്മൾ പകരം വീട്ടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സാത്താൻ്റെ വഴിയിൽ നാം ചിന്തിക്കാൻ പാടില്ല. നമ്മോട് തെറ്റ് ചെയ്തവരോട് നാം ക്ഷമിച്ചു കൊടുക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വളരെ നിവൃത്തിയാക്കി ചെയ്യും. നാം അവരോട് പക വെച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. നമ്മോട് തെറ്റ് ചെയ്തവരോട് നാം ക്ഷമിച്ചു കൊടുക്കുമ്പോൾ, അതിനെ മാപ്പാക്കി കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. തെറ്റു ചെയ്തവർക്ക് അതിന് തക്കതായ മറുപടി ദൈവം നൽകും. അതുകൊണ്ട് നമുക്ക് ഇന്ന് വലിയൊരു തീരുമാനമെടുക്കാം. നാം ആരോടെങ്കിലും പകയോടെ, വെറുപ്പോടെ, ദേഷ്യത്തോടെ, വൈരാഗ്യത്തോടെ അവരുടെ താഴ്ചയെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായും അങ്ങനെയൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയുക. നാം അവരോട് ക്ഷമിച്ചു കൊടുക്കുക, പുറത്തു കൊടുക്കുക. അവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ദൈവം നമ്മുടെ ഭാഗം കണ്ടുകൊണ്ട് ദൈവം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ തുടങ്ങും. നമ്മൾ കൊടുക്കുന്ന പകവീട്ടലോ വൈരാഗ്യമോ അസൂയയോ ഒന്നും തന്നെ അവർക്ക് എന്നേക്കുമായി ഉണ്ടാകുകയില്ല. അത് ദൈവത്തിൻ്റെ കോടതിയിൽ ദൈവം അത് നോക്കിക്കൊള്ളും. നാം ഓരോരുത്തരും നമ്മുടെ വൈരാഗ്യവും ദേഷ്യവും മറന്നുകൊണ്ട് നാം അവരോട് ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ദൈവത്തിന് അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും. അസൂയയും ദേഷ്യവും വൈരാഗ്യവും കൊണ്ടു നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിനെ നശിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തെ നശിപ്പിക്കുകയാണ്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഭവനത്തെ നശിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ വരാനിരിക്കുന്ന എല്ലാ നന്മകളെയും നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണ്. നിങ്ങൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ ദൈവം അവിടെ വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ എല്ലാ ചിന്തകളെയും പ്രവൃത്തിയെയും ദൈവം വലിയ മഹിമയായി കാണുന്നു. നിങ്ങൾ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കവിടെ തിന്മയല്ല ഉണ്ടാകുന്നത്, വലിയൊരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.